രാഷ്ട്രീയം ഈ പേരാവൂരിലേക്ക് വരുമ്പോൾ കെ ശൈലജ ഒരു വലിയ ദൌത്യം ഏറ്റെടുത്ത് ഇവിടേക്ക് വരുന്നു എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതീതി. അരുണൊക്കെ സൂചിപ്പിച്ചതുപോലെ മട്ടന്നൂർ പോലെ ഒരു സുരക്ഷിതത്വത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് പാർട്ടി നിയോഗിക്കുമ്പോൾ പേരാവൂർ കയറി പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഈ ലാസ്റ്റ് ലാപ്പിലുണ്ടോ? തീർച്ചയായും ഇത്തവണ പേരാവൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ സാരഥി കെ ശൈലജ ടീച്ചർ രണ്ടാമത്തെ ടൈം ഒരിക്കൽ പരാജയപ്പെട്ടു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ടീച്ചർ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വലിയ നിലയിലുള്ള കേരളത്തെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം എടുത്തു നോക്കിയാൽ പോലും നമ്മുടെ പുറകിലും മുന്നിലും നിൽക്കുന്ന ഈ രണ്ട് സ്ഥാനം ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ വയലിനെ ഒരു സ്റ്റേഡിയമാക്കി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കുറേയേറെ ശ്രമങ്ങൾ ഞങ്ങളെല്ലാം നടത്തിയതാണ്. ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഘട്ടങ്ങളിൽ ഈ MLA-യുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെട്ടു. ഒരു വാർഡിനകത്ത് എന്തെങ്കിലും ഒരു ഫണ്ട് അനുവദിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു വയലിനെ സ്റ്റേഡിയമാക്കി ഉയർത്തുന്നതിന് വേണ്ടി നിയമസഭയിൽ അതിന്റെ ഒരു പ്രൊജക്ട് തയ്യാറാക്കി അവതരിപ്പിച്ച് അതിന്റെ പ്രവർത്തനാനുമതി വാങ്ങാൻ അല്ലെ ഇതിനെ ഈ ഇരിട്ടി ടൌണിനകത്ത് പേരാവൂർ മണ്ഡലത്തെ ഒരു വലിയ സ്റ്റേഡിയമാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് സാധിക്കുന്നതാണ്. പക്ഷെ അതിന് ഒരു പ്രവർത്തനവും MLA നടത്തിയിട്ടില്ല. നമുക്ക് ഈ തൊട്ട മുന്നിൽ കാണുന്ന ഈ നഗരവനം എന്നുള്ളത് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള മേഖലയാണ് വള്ളിയാട് പോലുള്ള ഒരുപാട് മേഖലകൾ പേരാവൂർ മണ്ഡലത്തിനകത്തുണ്ട്. പക്ഷേ ഈ ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഈ MLA-ക്ക് സാധിച്ചിട്ടില്ല. വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് അവരുടെ രാഷ്ട്രീയ ഭാഗമായി നിൽക്കുന്ന പ്രദേശങ്ങളിൽ മാത്രം അതിന്റെ വികസന പ്രവർത്തനം കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് പേരാവൂർ മണ്ഡലത്തിൽ ആകെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഈ റോഡിന്റെ അവസ്ഥയെടുക്കാം. ഇത് ഏറ്റവും നല്ല സംസ്ഥാനത്തുള്ള ഒരു ടൂറിസം മേഖലയായിട്ടുള്ള പഴശ്ശി പ്രോജക്റ്റിലേക്ക് പോകുന്ന ഒരു റോഡാണ്. ഈ റോഡ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന ഘട്ടങ്ങളിൽ ഉൾപ്പെടെ ഇതിനെ ഒരു വലിയ നിലയിലേക്കൊരു റോഡാക്കി മാറ്റാൻ ഒരു മെക്കാഡ താര ചെയ്ത് ഈ ടൂറിസം സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പ്രവർത്തനവും ഈ MLA-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ പ്രദേശത്ത് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 15 വർഷക്കാലം ഈ മണ്ഡലത്തിനകത്ത് ഈ പ്രദേശങ്ങളിൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം വന്നിട്ടുള്ള വികസന മുരടിപ്പിന് അന്ത്യം കുറിക്കാൻ ഈ ഇവിടുത്തെ ജനത ഒരുങ്ങിയിരിക്കുകയാണ്. ഉറച്ച കോൺഗ്രസുകാർ ചിലപ്പം വലിയ ആത്മവിശ്വാസത്തിലായിരിക്കും. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരുടെ ഇടയിൽ പോലും ഈ MLA മാറണം. ഈ 15 വർഷക്കാലത്തെ പേരാവൂർ മണ്ഡലത്തിനകത്തെ മുരടിപ്പ് മാറണം. ഇവിടെ ശൈലജ ടീച്ചർ ജയിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണ കോൺഗ്രസുകാരെ പ്രവർത്തകരെ ഞങ്ങൾക്കറിയാം. അവരെല്ലാം ടീച്ചർക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ട് ഇത്തവണ പേരാവൂർ മണ്ഡലം ഇടതുപക്ഷം വിജയിക്കും. ഈ 2006-ലാണ് കെ ശൈലജ ഇവിടെ വിജയിക്കുന്നത്. അതിനുശേഷം മണ്ഡല പുനർനിർണയം നടന്നു എന്ന് മാത്രമല്ല സണ്ണി ജോസഫ് തുടർച്ചയായി അവിടെ നിന്നും അദ്ദേഹത്തിന് വ്യക്തിപരമായി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളുണ്ട്. അതിനുമപ്പുറം അദ്ദേഹം ഇപ്പോൾ KPCC പ്രസിഡന്റ്. അപ്പോൾ KPCC പ്രസിഡന്റിനെ വിജയിപ്പിച്ചെടുക്കേണ്ട ബാധ്യത മുന്നണിക്കുമുണ്ട്. അപ്പോൾ അത്രയങ്ങ് എളുപ്പമാണോ കെ ശൈലജയ്ക്ക് വിജയിക്കുക? ഇക്കുറി ഈ പറഞ്ഞ പോലെ ഈ രഘുവട്ടം പറഞ്ഞതുപോലെ ഈ കേരളത്തെ ചേർത്ത് പിടിച്ച ഒരു ആരോഗ്യമന്ത്രിയാണല്ലോ കെ ശൈലജ ടീച്ചർ. കെ ശൈലജ ടീച്ചറിന്റെ നാട് കൂടിയാണ് ഇത്. മാടത്തി എന്ന സ്ഥലത്താണ് അവിടെ നാട്. അപ്പോ വ്യക്തി രാഷ്ട്രീയ എന്താ പറയാ രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഈ ടീച്ചർക്ക് ഒരു വ്യക്തിപരമായി ഒരു വോട്ടുകൾ ലഭിക്കും. അതുപോലെ ഈ സണ്ണി ജോസഫിന്റെ ഈ MLA എന്ന നിലയ്ക്ക് വൻ പരാജയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇക്കുറി നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു പേരാവൂർ മണ്ഡലം. ഈ കെ ശൈലജ ഇവിടെ മത്സരിക്കാൻ ഇടയായ സാഹചര്യം, അവർ മട്ടന്നൂരിന്റെ ജനപ്രതിനിധിയായിരുന്നു. ഇത്തവണയും അവരുടെ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ പാർട്ടി അവർക്ക് മറ്റു ചുമതല കൊടുക്കുകയായിരുന്നു. അതിൽ ഇവിടെ അവർ വന്നതിൽ ഇവിടെയുള്ള നേരത്തെ മത്സര സ്ഥാനാർത്ഥി അടക്കമുള്ളവർക്ക് പാർട്ടി നേതൃത്വത്തിനൊക്കെ അതൃപ്തിയുണ്ട്. അങ്ങനൊരു പ്രശ്നം തുടക്കകാലത്തെങ്കിലും ഈ ശൈലജ നേരിട്ടിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകാൻ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ട്? അതെല്ലാം ഒരു മാധ്യമ സൃഷ്ടികളാണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ നമ്മളെ പാർട്ടി എന്ന് വെച്ചാൽ പാർട്ടി തീരുമാനിക്കുന്നതാണ്. അതിലൊരു വ്യക്തികൾക്കൊന്നും ടീച്ചറെ ഇട്ടിരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാൻ തന്നെയാണ്. യാതൊരു സംശയമില്ല, തിരിച്ചു പിടിച്ചിരിക്കും പ്രദേശം. തിരിച്ചുപിടിക്കാൻ അപ്പുറത്തേക്ക് ടീച്ചർ കുറച്ചും കൂടെ ഒരു അനായാസം ജയിക്കാവുന്ന ഒരു മണ്ഡലം കൊടുത്തുള്ള ചർച്ച ടീച്ചറെ ടീച്ചർക്ക് കെ ശൈലജയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിക്ക് പുറത്ത് ആരാധകരുള്ള ഒരു നേതാവ് കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാർ ആൾക്കാർക്ക് തോന്നില്ലേ ശൈലജയെ തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ടിട്ട മണ്ഡലമാണെന്നൊരു ചർച്ച കോൺഗ്രസ് ഒക്കെ പലയിടത്ത് ഉയർത്തുന്നുണ്ട്? ഒരിക്കലും അങ്ങനെ ഒരു UDF-ന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അങ്ങനെ ഒരു ആരോപണം ഇവിടുത്തെ ജനങ്ങൾ ചെവിക്കൊണ്ടിട്ടില്ല. ജനങ്ങളത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശൈലജ ടീച്ചർ എന്ന വ്യക്തിത്വത്തെ നമ്മുടെ ഓരോ വീടിന്റെ അടുക്കളയിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. പേരാവൂർ മണ്ഡലത്തിൽ ഒരു വട്ടം വിജയിച്ചു, ഒരു വട്ടം പരാജയപ്പെട്ടു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ശൈലജ ടീച്ചർക്ക് ഓരോ വ്യക്തികൾക്കിടയിലും വ്യക്തമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം May 4-നുള്ള റിസൾട്ടിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും.
ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പാണ്. അത് പേരാവൂർ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലെ തുടർഭരണവും കൃത്യമായിട്ട് നമ്മൾ കൈയാടിയിരിക്കും. എന്തായാലും ഈ കുടിയേറ്റ കർഷകരൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലം കൂടിയാണ്. ഒപ്പം മുസ്ലിം വോട്ടുകളൊക്കെ നിർണായക മണ്ഡലമാണ്. അപ്പം ഈ കമ്മ്യൂണൽ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് പിന്തുണ കിട്ടുന്ന ശൈലജ ടീച്ചർക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണോ ഇവിടെ ഉണ്ടാക്കുന്നത്? മുസ്ലിം വോട്ടുകളൊക്കെ പൊതുവിൽ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ ഇത്തവണ ഇടതുപക്ഷത്തിന് വിരുദ്ധമായി പൊളിയപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രൈസ്തവ സഭയുടെ നിലപാട് അതൊക്കെ പ്രധാനപ്പെട്ട പറഞ്ഞു പോകേണ്ട ഒരു മണ്ഡലം. ഒരു തരത്തിലും ഇല്ല. ഈ പ്രാവശ്യം സാധാരണ ജനങ്ങൾ തൊട്ടിട്ട് ഏത് തരത്തിലുള്ള മതവിശ്വാസികളായിക്കോട്ടെ അവരെല്ലാവരും ടീച്ചറെ വിജയിപ്പിക്കുന്നതിന് മുൻപന്തി തന്നെ ഉണ്ടാവും. പുറമെ അതുകൂടാതെ നമ്മുടെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു മുട്ടുസൂചി വാങ്ങിക്കൊടുത്ത ബന്ധം ഈ MLA 15 വർഷമായിട്ട് ഈ MLAക്ക് ഇവിടെയില്ല. ഒരു തരത്തിലുള്ള വികസനവും താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണ വ്യക്തികൾ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഈ MLAക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഈ MLA ഈ മണ്ഡലത്തിൽ പരാജയപ്പെടാൻ പോവുകയാണ് എന്നാണ് പറയാനുള്ളത്. അതാണ് സാഹചര്യം എന്ന് പറയുന്നത്. ഈ മറ്റൊരു കാര്യം, ഈ ഇവിടെ കോൺഗ്രസിന് സംഘടനാപരമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കാര്യമാണ്. കെ സുധാകരൻ അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു. സുധാകരന്റെ അനുയായിയായിരുന്ന സണ്ണി ജോസഫ് വേണ്ടത്ര പിന്തുണ നൽകിയില്ല. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അപ്പം സണ്ണി ജോസഫിന് കെ സുധാകരനെതിരെ നിന്നാൽ അത് ശൈലജ ടീച്ചറിന് അനുകൂലമാവും, അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും അനുകൂലമാവും. പിന്നെ കേരളത്തിന്റെ ഉറ്റുവെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണിത്. ഇവിടെ വികസനത്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ജനങ്ങൾ. സണ്ണി ജോസഫ് 15 വർഷക്കാലം ഇവിടെ ഉണ്ടായിട്ടും ഇരിട്ടി പട്ടണം എന്ന് പറഞ്ഞാൽ മലയോര മേഖലന്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ്. ഈ സമയമായിട്ടും ഒരു വികസനം ഇരിട്ടി പട്ടണത്തിൽ സണ്ണി ജോസഫിന്റെ മികവിൽ ഉണ്ടായിട്ടില്ല. എല്ലാ മണ്ഡലത്തിലും ഉണ്ടാകുന്ന പോലെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള വികസനം അല്ലാണ്ട് MLA ഫണ്ട് എന്നുള്ള ഒരു വികസനം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ഈ കാണുന്ന ഗ്രൗണ്ട്, ഇതിന്റെ മുന്നിലുള്ള ഒരു സഞ്ജീവനിയുണ്ട്, പാർക്കാണ്. ഇതിന്റെ തൊട്ടപ്പുറം ഇക്കോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഒരു ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. കേരളത്തിലെമ്പാടും വലിയ റോഡുകൾ വന്നു. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ വരുന്ന ഈ റോഡൊന്നും വലിയ മികച്ച റോഡുകളല്ല. ഇനിയും റോഡ് വികസനം ഇവിടെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സർക്കാരിന് കൂടി അതിന് ഉത്തരവാദിത്വമില്ലേ? സർക്കാരിനും കൂടി ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും MLA ഇടപെടേണ്ടത് MLA തീർച്ചയായിട്ടും ഇടണം. MLAക്ക് ഞങ്ങൾ ഈ നാട്ടുകാർ എന്നുള്ള നിലക്ക് മുന്നേ ജനപ്രതിനിധിയാണ് ഇവിടുത്തെ രഘുവേട്ടൻ. ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഇടിയുള്ള ഇരിട്ടിയിലെ മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും എല്ലാവരും പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ MLA ഇനി ഒരു ഘട്ടത്തിലും ആ നല്ലൊരു സമീപനം ഈ നാട്ടുകാരോടോ ഈ ജനതയോടോ MLA എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.